കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 13 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളെ തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു. ദീപക് മലയമ്മ, എങ്ങനെയാണ് ഈ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്? പരിക്കേറ്റ കുഞ്ഞുങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? സുജയ, വളക്കൈ വിയറ്റ്നാം റോഡിൽ വെച്ചാണ് ഈ ബസ് നിയന്ത്രണം വിട്ടത്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. നിരവധി കുട്ടികൾക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിക്കേറ്റിട്ടുണ്ട്. ബസ് പൂർണ്ണമായും റോഡിലേക്ക് തലകീഴായി മറിയുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആദ്യഘട്ടത്തിൽ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ പ്രാഥമികമായ ചികിത്സകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അവരുടെ നില അതീവ ഗുരുതരം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സ്കൂൾ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന ആ ഘട്ടത്തിലാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ തളിപ്പറമ്പ് ആശുപത്രിയിലെ ചികിത്സയിലുള്ള കുട്ടികൾ അവർക്ക് പ്രാഥമികമായ ചികിത്സ നൽകുന്നുണ്ട്. അത്ര കണ്ട ഗുരുതരമായ പ്രശ്നങ്ങളില്ല. പക്ഷേ ഒരാളെ പരിയാരം ആശുപത്രിയിലേക്ക്, പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഒരു മരണം ഉണ്ട് എന്നുള്ള വിവരവും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും നിരവധി കുട്ടികളുമായി സ്കൂൾ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. അതിൽ 13 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദാരുണമായ സംഭവമാണ്. പുതുവത്സര ദിനത്തിൽ നമ്മെ തേടിയെത്തുന്ന ഒരു ദാരുണമായ വാർത്തയായി അത് മാറുകയാണ്. വളക്കയിലാണ് സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ബസ് മറിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അവരുടെ ആരോഗ്യാവസ്ഥ എന്താണ് എന്നത് അറിയേണ്ടിയിരിക്കുന്നു. 13 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്കാണ് ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സ്കൂൾ ബസ്സാണ് മറിഞ്ഞത്. കണ്ണൂരിൽ ഉണ്ടായ ഈ സ്കൂൾ ബസ് അപകടത്തിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ അപകടത്തിൽപ്പെട്ട ഇടത്തുനിന്ന് ദീപക് മലയമ്മ നമുക്കൊപ്പമുണ്ട്. ദീപക് മലയമ്മ, ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പോവുകയായിരുന്നോ? അതിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും സാരമായി പരിക്കേറ്റിട്ടുണ്ടോ? ഒരു കുഞ്ഞ് മരിച്ചുവെന്ന് കേൾക്കുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് സുജയ. പക്ഷെ അത് കൺഫേം ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം നിലവിൽ ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ പരിയാരത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ആശുപത്രി നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അന്തിമമായ ഒരു വിവരം നമുക്ക് തീരുമാനം നമുക്ക് അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് അല്പസമയം മുൻപാണ് ഈ അപകടം നടക്കുന്നത്. വിയറ്റ്നാം റോഡിൽ വെച്ച വാഹനം നിയന്ത്രണം വിടുകയും അവിടെ റോഡിലേക്ക് തന്നെ മറിയുകയുമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് പിന്നീട് കുട്ടികളെയൊക്കെ പുറത്തെടുക്കുന്നതും അവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. തുടർന്നാണ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 13 കുട്ടികളാണ് തളിപ്പറമ്പ് ആശുപത്രിയിലേക്ക് ചികിത്സ തേടി എത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്ന് ആശുപത്രി സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് പരിഹാരത്തേക്ക് മാറ്റുന്നു എന്നുള്ള വിവരവും കൂടി വരുന്നത്. ഒപ്പം തന്നെ മറ്റു കുട്ടികൾ, കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ട്.